എല്ലാ കരങ്ങളും ഉയർത്തിക്കൊണ്ട് മുട്ടി നിർത്തിക്കൊണ്ട് ഒന്നുകൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ മഹാസമ്മേളനത്തിൽ ആമുഖ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദരണീയനായ MT രമേശ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. മൂന്നര കോടി മലയാളികൾ അവരുടെ മനസ്സിനെ സ്വപ്നമായി, സങ്കല്പമായി, പ്രതീക്ഷയായി, പ്രത്യാശയായി കൊണ്ടു നടക്കുകയാണ് പുതിയ കേരളം. നമ്മുടെ ചെറുപ്പക്കാർ, കുട്ടികൾ, സ്ത്രീകൾ, കർഷകന്മാർ, തൊഴിലാളികൾ, ഇടത്തരക്കാർ, മധ്യവർത്തികൾ, പണ്ഡിതന്മാർ, പാമരന്മാർ, സമ്പന്നന്മാർ, ദരിദ്രർ, കുബേരന്മാർ, കുചേരന്മാർ, അങ്ങനെ ഈ സാമൂഹിക ജീവിതത്തിലെ എല്ലാ തുറകളിലും പെട്ടിട്ടുള്ള ആബാലവൃദ്ധമാളുകളുടെ മനസ്സിൽ പുതിയ കേരളത്തെ കുറിച്ചുള്ള സങ്കല്പമുണ്ട്, പുതിയ കേരളത്തെ കുറിച്ചുള്ള സ്വപ്നമുണ്ട്. ആ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനാണ് പാർട്ടിയുടെ
ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ ഈ വിജയയാത്രയിലൂടെ ജനങ്ങളുമായി സംവദിക്കുന്നത്. വിജയയാത്ര കടന്നു പോകുന്ന എല്ലാ വഴികളിലും സാധാരണക്കാരോടാണ് ശ്രീ കെ സുരേന്ദ്രൻ സംസാരിക്കുന്നത്. സാധാരണക്കാരുടെ പ്രതീക്ഷകളാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി പുതിയ കേരളത്തെ സമ്മാനിക്കുന്നത് ഈ നാട്ടിൽ പണിയെടുക്കുന്ന ഏറ്റവും പാവപ്പെട്ട മണ്ണിലധ്വാനിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ആശയമാണ് പുതിയ കേരളം. 2014 ശ്രീ നരേന്ദ്രമോദി പുതിയ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞപ്പോ ആക്ഷേപിച്ചവരാണ് ഭൂരിപക്ഷവും. പക്ഷേ 6 കൊല്ലം കഴിയുമ്പോൾ പുതിയ ഇന്ത്യ ഇന്ന് സാർത്ഥകമായിരിക്കുന്നു. നാം ജീവിക്കുന്ന പുതിയ ഇന്ത്യയിലാണ്, പഴയ ഇന്ത്യയല്ല. ഇന്നത്തെ ഇന്ത്യ ആത്മാഭിമാനത്തോടുകൂടി നെഞ്ചു വിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് നമുക്ക് ലോകത്തെവിടെയും പോയി പറയാം, ഞാൻ ജീവിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയിലാണ്, പുതിയ ഇന്ത്യയിലാണ് എന്ന് എവിടെയും നമുക്ക് പറയാൻ സാധിക്കും. ആ പുതിയ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കോന്നിയിലെ ഈ മഹാജനസംഖ്യത്തോട് ഒരു കാര്യം ഭാരതീയ ജനതാ പാർട്ടി ഉറപ്പു പറയാൻ ആഗ്രഹിക്കുന്നു. 6 കൊല്ലക്കാലം കൊണ്ട് ശ്രീ നരേന്ദ്രമോദിക്ക് പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ കെ സുരേന്ദ്രന് ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള സന്ദേശമാണ് വിജയയാത്രയുടെ ഈ സന്ദേശം. ആ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ യാത്രയെയും യാത്രാ നായകനെയും യാത്രയിൽ ഞങ്ങൾ ഉയർത്തുന്ന ആശയത്തെയും നെഞ്ചോടേറ്റുവാങ്ങാൻ ഈ പുതിയ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ജൈത്രയാത്രയിൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം അണിചേരാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് വിനയപരസ്യം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. അടുത്തതായി നമ്മുടെ ഈ ശബരീശന്റെ മണ്ണിൽ എത്തിച്ചേർന്നുകൊണ്ട് കാസി സമൂഹത്തിന്റെ വികാര വിചാരങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ശക്തമായി അവതരിപ്പിച്ച ശ്രീമതി മീനാക്ഷി ലേഖി MP അവരുടെ പാർട്ടിയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി VA സൂരജ് സ്വീകരിക്കുന്നു. അടുത്തതായി നമ്മുടെ വിജയയാത്രയുടെ നായകൻ പ്രിയങ്കരനായ കെ സുരേന്ദ്രൻ അവരുടെ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ സ്വീകരണം നൽകുന്നു. BDJSന്റെ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ സ്വീകരണം നൽകുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയങ്കരിയായ മീനാക്ഷി ലേഖി MP അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പരിഭാഷയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ BJP സംസ്ഥാന സമിതി അംഗം ക്ഷണിച്ചുകൊള്ളുന്നു. ആ പേരിയുടെ അവിടെ നിൽക്കുന്ന പ്രവർത്തകർ കുറച്ച് പുറകോട്ടൊന്ന് നീങ്ങുന്നത് ഇടത് സൈഡിൽ ആ പുറകെ ഇരിക്കുന്നവർ കാണാനാ. ഒന്ന് സ്വല്പം കൂടെ ഫോട്ടോഗ്രാഫർമാർ ഒഴിച്ച് ബാക്കി എല്ലാവരും. സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണം. എല്ലാവർക്കും നമസ്കാരം. So this is the holy land of Swami Ayyappa, the pious land, and let this land, let Koni be the change. हिंदी, अजय हिंदी कौन कौन सुनना चाहता है? अभी महिलाएं तो बोलती हैं अंग्रेजी हिंदी, अंग्रेजी. अच्छा, तो मैं दोनों मिक्स करके बोलती हूँ और ट्रांसलेटर मेरे साथ है. ठीक है, ठीक है. तो मैं ये कह रही थी जिनको हिंदी समझ आती है, स्कूल में तो सबने हिंदी पढ़ी है, 10वीं क्लास तक तो पढ़ी है. मैं कह रही थी कि जो कोनी की धरती है
और जो सबसे पवित्र भगवान अयप्पा की धरती है, वो धरती बदलाव की धरती बने, इसके लिए मैं प्रार्थना करने आई हूं। केरल में एक अन्यायपूर्ण व्यवस्था है और वो अन्यायपूर्ण व्यवस्था जो इस पवित्र धरती को अपवित्र करने में लगी हुई है। ഇത് സ്വാമി അയ്യപ്പന്റെ പവിത്രമായ ഭൂമിയാണ്. ഈ ഭൂമിയിൽ ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ പവിത്രമായ സ്വാമിയുടെ മണ്ണിൽ ഇവിടെ അനീതി നടമാടുകയാണ്. मैं जो यहाँ के प्रेसिडेंट हैं, हमारे मंडल अध्यक्ष मनोज जी, हमारे पार्टी के अध्यक्ष सुरेंद्रन जी, पद्म कुमार जी, गणेश जी, अशोकन जी और मंच पर उपस्थित सभी मेरी बहनें और मेरे मित्र ट्रांसलेटर पद्मनाभा जी, ये परमानेंट है मेरे साथ, तो इसलिए इनको, जिनके नाम में पद्मनाभ है, उनको पहले प्रणाम करना चाहिए या नहीं। अब ट्रावनकोर की धरती पर हूं और ट्रावनकोर के जो संस्थापक रहे वो भगवान पद्मनाभ को अगर मैं प्रणाम नहीं करूंगी तो मेरी इच्छा कैसे पूरी होगी। मैं उनका खजाना लूटने वालों में नहीं हूं, मैं उनका खजाना संभाल के रखने वालों में हूं। आज अपने सभी देवी देवताओं को याद करते हुए ये प्रण आप सबकी हिस्सेदारी से पूरा होगा कि केरल की धरती पर कमल ही कमल खिलेगा। ഇന്നിവിടെ എല്ലാ ഈശ്വരന്മാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, കേരളത്തിന്റെ മണ്ണിൽ മാറ്റമുണ്ടാവണം. മാറ്റമുണ്ടാവില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. मित्रों, मैं आज ये विजय यात्रा में इसलिए आई थी सोचकर कि मुझे उन सब अपनी बहनों से, उन सब अपने बच्चों से, छोटे और बड़े भाइयों से मिलना था जिन्होंने ശബരിമല मंदिर को अपवित्र होने नहीं दिया। ഞാൻ ഇവിടെ ഇന്ന് വന്നത്, ഇവിടെ എൻ്റെ സഹോദരിമാർ, എൻ്റെ സഹോദരന്മാർ, കൊച്ചുകുട്ടികൾ ആരൊക്കെയാണോ സ്വാമിയുടെ ആചാരങ്ങളെ ഹനിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് അവരെ തടയാൻ മുന്നോട്ട് വന്ന നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. और उसी लड़ाई का, उसी विजय का एक हिस्सा हमारी पार्टी के अध्यक्ष सुरेंद्रन जी भी रहे। सुरेंद्रन जी की जो लड़ाई रही वो आप सबसे छुपी नहीं है। कितने लंबे समय तक उनको जेल में रखा गया और एक जेल में नहीं, जेल भी बदलते रहे। 300 केस उनके ऊपर दाखिल किया गया। ये लड़ाई कोई छोटी लड़ाई नहीं थी। അന്ന് നമ്മള് ഇവിടെ നടത്തിയ യുദ്ധം ഒരു ചെറിയ യുദ്ധമല്ല. അതിന് നിങ്ങളെല്ലാവരും പങ്കെടുത്തു. നിങ്ങളോടൊപ്പം നമ്മുടെ ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രജി പങ്കെടുത്തു. അദ്ദേഹവും നിങ്ങളും നടത്തിയത് ഒരു ചെറിയ യുദ്ധമല്ല, ഒരു വലിയ യുദ്ധമാണ്. അദ്ദേഹത്തെ ദീർഘകാലം ജയിലിൽ താമസിപ്പിച്ചു. ഒരു ജയിലിലല്ല, നിരവധി ജയിലുകളിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയുണ്ടായി. മാത്രവുമല്ല, ഏതാണ്ട് 300ഓളം കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ എടുക്കുകയുമുണ്ടായി. उनको बार बार इतने सारे केस में फंसाने के पीछे एक ही कारण था कि किसी भी तरीके से जो स्वामी अयप्पा के भक्त हैं उनका मनोबल तोड़ा जाए, टू ब्रेक द फेथ, टू ब्रेक द कॉन्फिडेंस ऑफ द बिलीवर्स, एंड दैट वाज द ओनली goal and target because of which they filed 300 cases. അവരെന്തിനു വേണ്ടിയാണ് 300ഓളം കേസുകൾ എടുത്തത്?
അവരുടെ ലക്ഷ്യം ഒന്നായിരുന്നു. ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുക, അവരുടെ ആത്മവിശ്വാസത്തെയും തകർക്കുക, അവരുടെ ഈശ്വര വിശ്വാസത്തെയും അവരുടെ ആത്മവിശ്വാസത്തെയും തകർക്കാൻ വേണ്ടി ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് 300ഓളം കേസുകൾ അവരെടുത്തത്. और ये जो लड़ाई है और ये जो आघात है, मतलब हमारे पर जो आक्रमण है, वो केवल सुरेंद्रन जी पर है ऐसा नहीं है, वो यहाँ बैठे सब लोगों के ऊपर है, जो यहाँ नहीं बैठे उनके ऊपर भी है. ये हमारी आत्मा के साथ आघात है. അന്ന് ശ്രീ കെ സുരേന്ദ്രനെതിരെ നടത്തിയ ആ നീക്കം, ആ അക്രമം, അത് വ്യക്തിപരമായ അദ്ദേഹത്തിനെതിരെ മാത്രം ആയിരുന്നതല്ല, അതിവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കുമെതിരെ നടത്തിയ അക്രമമായിരുന്നു. जितने मेरे भाई बहन, जितने मेरे बच्चे, जितनी मेरी बहनें और बेटियां जिन्होंने ये लड़ाई लड़ी, आज उस बदलाव के ये सब विजय के हकदार हैं. അന്ന് ആരൊക്കെ ആ യുദ്ധത്തിൽ പങ്കെടുത്തു? എന്റെ സഹോദരിമാർ, സഹോദരന്മാർ, കൊച്ചു കുട്ടികൾ, എന്റെ പെൺകുട്ടികൾ, എന്റെ ആൺകുട്ടികൾ, ഇവിടെ ആ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അന്ന് നാം നേടിയ വിജയം. और विजय किस लिए कहती हूं मैं विजय इसलिए कहती हूं कि आप तो जीत ही चुके हो आधी लड़ाई. आपकी मेहनत रंग लेके आई है कि जो भगवान के अस्तित्व में विश्वास नहीं रखते थे, आज वो मंदिर के लिए कानून लाने की बात करते हैं. Those who do not believe in God, those who question their own ministers, their own Devasthanam trustees, who go and worship in Guruvayur temple, those very people today want to bring the law. That is you have won the war, you have won the battle. ഞാൻ നിങ്ങള് ആ വിജയം നേടി, ആ യുദ്ധത്തിൽ നിങ്ങൾ വിജയം നേടി എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, അന്ന് നമ്മളെ എതിർത്തവർ, സഹകരിക്കാതെ നിന്നവർ, അവരൊക്കെ ഇന്ന് ശബരിമലയ്ക്ക് വേണ്ടി നിയമം കൊണ്ടുവരുന്നതിനെ പറ്റി സംസാരിക്കുന്നു. അവിടെ ഗുരുവായൂരിൽ പോയ ദേവസ്വം മന്ത്രിയെ വിമർശിച്ചവർ, ചോദ്യം ചെയ്തവർ, അവരും പറയുന്നു ശബരിമല കാര്യത്തിൽ നിയമം കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ യുദ്ധം വിജയിച്ചു കഴിഞ്ഞു എന്ന്. विजय का जो जय घोष हुआ है, जो आपने शंखनाद बजाया है विजय का, आज मेरी आप सबसे प्रार्थना है कि कोनी की धरती को उस विजय की महाविजय में बदलना है. और वो महाविजय तब होगी जब सरकार हमारी होगी, और जब तक सरकार हमारी नहीं होगी तब तक ये लड़ाई जारी रहेगी, क्योंकि ये अच्छे और बुरे, सही और गलत, न्याय और अन्याय, इसके बीच की लड़ाई है. इस अन्यायपूर्ण व्यवस्था को समाप्त करना हम सबका कर्तव्य है. അന്ന് നിങ്ങൾ നേടിയ വിജയം, ആ വിജയത്തെ ഒരു മഹാവിജയമാക്കി കോന്നിയുടെ മണ്ണിൽ മാറ്റണമെങ്കിൽ ഈ സംസ്ഥാനത്ത് നമ്മുടെ സർക്കാർ അധികാരത്തിൽ വരണം. നമ്മുടെ ഈ യുദ്ധം കേവലം രാഷ്ട്രീയ യുദ്ധമല്ല, ഇത് ധർമ്മത്തിന്റെ യുദ്ധമാണ്, അധർമ്മത്തിനെതിരെയുള്ള യുദ്ധമാണ്, അനീതിക്കെതിരെയുള്ള യുദ്ധമാണ്. അതുകൊണ്ട് അതിന്റെ പരിപൂർണമായ അവസ്ഥ, മഹാവിജയം നമ്മുടെ സർക്കാർ ഈ സംസ്ഥാനത്ത് വരുമ്പോൾ കോന്നിയുടെ മണ്ണിൽ ആ മഹാവിജയം യാഥാർത്ഥ്യമാവുള്ളൂ. और इस महाविजय के पर्व में हमारे बहुत सारे कार्यकर्ताओं की आहुति भी गई है. आज दिन है उन सब के बलिदान को, उन सब के आहुति को प्रणाम करने का. We have to remember the sacrifice of all our workers who have lost their lives, who are still struggling. A young boy like Nandu, who has recently been murdered. I pray to Lord that may God give peace to his soul, and may God give
wisdom to the demons who engage in such activities. ഈ മഹാവിജയത്തിലേക്ക് നാം അടുക്കുമ്പോൾ നാം മനസ്സിലാക്കണം, നമ്മുടെ ഈ വിജയത്തിന് നമ്മൾ എത്തിക്കുന്നതിന് പിൻപിൽ ഒരുപാട് ആളുകളുടെ ജീവത്യാഗമുണ്ട്. ഒരുപാട് പ്രവർത്തകർ ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തങ്ങളുടെ ജീവൻ ബലി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കൊച്ചുകുട്ടി നന്ദു, ആ നന്ദുവിന് സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇത്തരത്തിലുള്ള ഹീനമായ പ്രവർത്തികൾ ചെയ്യുന്ന രാക്ഷസന്മാർക്ക് ബുദ്ധി പരിവർത്തനം ഉണ്ടാവട്ടെ, സൽബുദ്ധി തോന്നട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. These forces who call themselves liberals are actually pseudo-secularists because they are intolerant to other religions. They are intolerant to the worshippers. They are intolerant to a different political ideology. They are intolerant to anyone who believes in good or believes in God. ഈ ആളുകൾ വലിയ പുരോഗമനവാദികളാണെന്ന് പറയും. പക്ഷെ സത്യത്തിൽ അവർ പുരോഗമനവാദികളല്ല, അവർ അസഹിഷ്ണുത ഉള്ള ആളുകളാണ്. അവർക്ക് മറ്റുള്ളവരുടെ വിശ്വാസത്തെ അംഗീകരിക്കാൻ സാധ്യമല്ല, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെ അവർ അംഗീകരിക്കുകയില്ല. അവര് യഥാർത്ഥത്തിൽ കപട മതേതരവാദികളാണ്. അവര് ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ പരാജയപ്പെടുത്തണം, അവരെ മാറ്റണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ നാട്ടിൽ ധർമ്മത്തിന്റെ വിജയം ഉറപ്പുവരുത്താൻ സാധിക്കുള്ളൂ. Their hypocrisy and duplicity can be seen that today when elections are getting close, they all become believers. They all go and do the pranams before the temples. But when Bindu or Kanak Durga were entering Sabrimala, where were these forces? What were they doing? Were they sent to jail for protecting the temple? Were cases were made against them for standing against injustice? And if not, why are the cases made against people who are believers of God and believers of rituals? ഇവര് പലരും ഇരട്ടത്താപ്പുകാരാണ്. അവര് വളരെ മോശമായ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. അവർക്ക് ഇത് എങ്ങനെയെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്ന ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. നമുക്കറിയാം, ഇപ്പൊ വലിയ വിശ്വാസത്തിന് വേണ്ടി നിയമത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ആളുകൾ ബിന്ദു അമ്മിണിയും കനകദുർഗയും ശബരിമലയെ അപവിത്രമാക്കിയപ്പോൾ, മലീമസമാക്കിയപ്പോൾ എവിടെയായിരുന്നു? ഏതെങ്കിലും ഒരു കേസിലെങ്കിലും അവരാരെങ്കിലും പ്രതിയായിട്ടുണ്ടോ? അന്നൊന്നും കാണാത്തവർ ഇന്ന് ഇപ്പൊ വലിയ വായിൽ വർത്താനം പറഞ്ഞ് നിയമത്തെ പറ്റി പറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഇവർക്ക് ഈശ്വരനിൽ വിശ്വാസമില്ല. ഇവർ വിശ്വാസികളല്ല, ഇവർ വിശ്വാസികൾക്കെതിരായി നിൽക്കുന്ന ആളുകളാണ്. ये वो लोग हैं जो न मंदिर में विश्वास रखते हैं, ना किसी धर्म में विश्वास रखते हैं, ना भगवान में विश्वास रखते हैं. और ये वो लोग हैं जिनका धर्म और भगवान सिर्फ पैसा है, क्योंकि भगवान का पैसा चोरी करने से भी नहीं कतराते. ഇവർക്ക് മതത്തിൽ വിശ്വാസമില്ല, ആചാരങ്ങളിൽ വിശ്വാസമില്ല, ദൈവത്തിന് വിശ്വാസമില്ല, ക്ഷേത്രത്തിന് വിശ്വാസമില്ല. ഇവർക്ക് ആകെ വിശ്വാസമുള്ളത് പണത്തിൽ മാത്രമാണ്. ആ പണം ലഭിക്കാൻ വേണ്ടി ഭഗവാന്റെ ക്ഷേത്രത്തിലെ പൈസ വരെ മോഷ്ടിക്കാൻ മടിയില്ലാത്തവരാണിവർ. जिनको भगवान में विश्वास नहीं है, वो लोगों को शबरीमला में पंचाली नेहरू की जमीन दिखाई देती है. उन लोगों को गुरुवायूर के खजाने पर नजर रहती है. उनको पद्मनाभा टेंपल के अंदर सदियों का खजाना दिखाई देता है. उनको भगवान नहीं दिखाई देते. और जब भगवान नहीं दिखाई देते तो किस ईमानदारी के साथ उसका पैसा लूटना चाहते हैं? ऐसे they are shamelessly stealing, taking away God's money,
When you are not a believer in God, let those people handle the funds of God for godly purpose. But that is not it. They are not interested in Devasthanam. They are interested in money of the Devasthanam. ഇവർക്ക് ശബരിമലയിലെ കാട്ടിലെ മരങ്ങളിലാണ് കണ്ണ്, ഗുരുവായൂരിലെ ഭണ്ഡാരത്തിലെ പൈസയിലാണ് കണ്ണ്, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ കോടാനുകോടി രൂപ വിലമതിക്കുന്ന സമ്പത്തിലാണ് കണ്ണ്. ദൈവത്തിനൊന്നും വിശ്വാസമില്ല. ഇവർക്ക് അമ്പലങ്ങളിലെ, ക്ഷേത്രങ്ങളിലെ, മതസ്ഥാപനങ്ങളുടെ പണത്തിലാണ് കണ്ണ്. അവർക്ക് വിശ്വാസമില്ല, പക്ഷെ പണം വേണം. ഈ അവിശ്വാസികൾ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടരുത്. അത് വിശ്വാസമുള്ളവര് നോക്കിക്കോളും. അവർക്ക് വിട്ടുകൊടുക്കുക. Can you imagine when they are saying we will withdraw cases, all the cases which we filed during the protest to protect the sanctity of Sabrimala, simultaneously they are saying we will also withdraw the cases against the people who were protesting against CAA, who were burning buses, who were breaking glass pans, who were engaging in anti-national activities. We will withdraw cases against them. So the real purpose is not to give any respite to the bhakts of Ayyappa, but the real intention is to let go of those people who are working for the interests which are not in favor of this country, the Breaking India forces, the anti-national forces. നമ്മൾ വിശ്വസിക്കണമോ ഇവര് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന് പറയുമ്പോൾ ഇവരുടെ ഉദ്ദേശം സത്യസന്ധമാണെന്ന്? ഇവരുടെ ഉദ്ദേശം സത്യസന്ധമല്ല. ഇവരെ ശബരിമല കേസുകൾ പിൻവലിക്കുമെന്ന് പറയുന്ന അതേ ശ്വാസത്തിൽ പറയുന്നു ഇവിടെ CAA നിയമത്തിനെതിരെ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളും പിൻവലിക്കുമെന്ന്. അപ്പൊ ഉദ്ദേശം എന്താണ്? ഈ രാജ്യത്ത് അക്രമം കാണിച്ചവർ, ബസ്സിന് കല്ലെറിഞ്ഞവർ, ഗ്ലാസുകൾ എറിഞ്ഞു പൊടിച്ചവർ, അതുപോലെ തന്നെ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചവർ, അവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കലാണ് ഇവരുടെ ഉദ്ദേശം. ഭക്തജനങ്ങളുടെ ക്ഷേമമല്ല, ഇത്തരത്തിലുള്ള രാജ്യത്തെ വെട്ടിമുറിക്കാൻ നടക്കുന്ന, ഇന്ത്യയെ ടുക്കടയാക്കാൻ നടക്കുന്ന ആ ആളുകളുടെ ക്ഷേമമാണ് ഇവരുടെ ലക്ഷ്യം. My dear friends, they call us communal. Who is communal? Communal are the people who use communities' funds for their selfish purposes. Communal are the people who engage in appeasement politics, for whom there is only one minority. Other minorities do not exist. The ones who keep breaking and tarnishing the social fabric. Communal are the ones who engage in politics of disrepute. Communal are the ones who target the believers of Ayyappa and then equate the ones who are standing for the dharma with adharmic lot. The ones who are breaking India forces, how can those forces be equal to the forces who wanted to protect the sanctity of Swami Ayyappa temple? അവര് നമ്മളെ വർഗീയവാദികൾ എന്ന് വിളിക്കുന്നു. ആരാണ് വർഗീയവാദികൾ? സമൂഹത്തിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാക്കുന്നവർ, കലഹമുണ്ടാക്കുന്നവരാണ് വർഗീയവാദികൾ. അതുപോലെ തന്നെ പ്രീണനം നടത്തുന്നവരാണ് വർഗീയവാദികൾ. ഇവര് ഇവിടെ പ്രീണനം നടത്തുകയാണ്. ആരെ പ്രീണിപ്പിക്കുന്നത്? എല്ലാ ന്യൂനപക്ഷങ്ങളെയും പ്രീണിപ്പിക്കില്ല, ഒരു വിഭാഗത്തെ മാത്രമേ പ്രീണിപ്പിക്കുള്ളൂ, മറ്റൊരു വിഭാഗത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവരാണ് സംഘടിതമായി നിൽക്കുന്നവര്. അവരുടെ പേരിൽ ഇവിടെ അക്രമം ഉണ്ടാക്കുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, മറ്റു വിഭാഗങ്ങൾക്കെതിരെ കുതിര കയറുന്നു. ഇതാണ് ഇവരുടെ പരിപാടി. നിങ്ങൾ നോക്കൂ, ഇവിടെ ധർമ്മത്തിന് വേണ്ടി നിലനിന്നവരെ സഹായിക്കുന്ന വ്യാജേന അധർമ്മത്തിന് വേണ്ടി നിലനിന്ന അധാർമിക ശക്തികളെ കൂടി, രാജ്യദ്രോഹ ശക്തികളെ കൂടി ഇവർ ഇതിന്റെ പേരിൽ സഹായിക്കാൻ പോവുകയാണ്. I want to ask Pinarayi Vijayan, how are you protecting our daughters?
Where is Jasna? What happened to Nimisha Fatima? What happened to Marine? And will hundreds and millions of our daughters will be taken to Syria to become sex slaves? What action are you taking against those forces which are breaking India by being in India? പിണറായി വിജയനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ജസ്ന എവിടെ? നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ പോകുന്നത്? നിമിഷ ഫാത്തിമക്ക് എന്താണ് സംഭവിച്ചത്? മെറിൻ എന്താണ് സംഭവിച്ചത്? നൂറുകണക്കിന് പെൺകുട്ടികളെ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയി സിറിയയിൽ കൊണ്ടുപോയില്ലേ? ഇതാണല്ലോ ഇവിടെ നടക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ സംരക്ഷിക്കുകയാണ്, നിങ്ങൾ അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല. എന്ത് നടപടിയാണ് ഈ രാജ്യദ്രോഹ ശക്തികളെ, ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ നടക്കുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്ന ശക്തികൾക്കെതിരെ നിങ്ങൾ എടുത്തത്? What happened to Walayar sisters? Are you not ashamed that a hapless mother has bald her head only to prove a point that this government is a government of nincompoops? എന്താണ് വാളയാറിലെ പെൺകുട്ടികൾക്ക് സംഭവിച്ചത്? അവർക്ക് നീതി കിട്ടിയോ? അവരുടെ അമ്മ തലമുണ്ടനം ചെയ്തിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. നിങ്ങൾ എന്തെടുത്തു, എന്ത് ചെയ്തു? അവർക്ക് നീതി കിട്ടാൻ എന്ത് ചെയ്തു? യാതൊരു നിവൃത്തിയില്ലാതെയാണ് ആ അമ്മയ്ക്ക് ഇത് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. Through you, my friends, I want to send a message to the community that all sane elements, all good people, all those who love their country, all those who believe in the ethos of good community should stand by BJP, because BJP alone can protect the daughters, can bring the law, can protect the puja sthals. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിലൂടെ ഈ സമൂഹത്തെ, രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യം ഉയർന്നു കാണണമെന്ന് ചിന്തിക്കുന്ന, ശാന്തിയും സമാധാനവും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യസ്നേഹികളായ പൗരന്മാരോട് പറയാനുള്ളത്, BJPയോടൊപ്പം നിൽക്കണം. ഈ രാജ്യത്തിലെ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ, ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ആ മഹത്തായ കാഴ്ചപ്പാടിലൂടെ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിന് നിയമങ്ങൾ ഉണ്ടാക്കാൻ, നിയമങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കണം. Mopla carnage of 1921 will be completing 100 years in a month or two. But if you see the history, do you think anything has changed even after so-called independence in the state of Kerala? 1921 മാപ്പിള ലഹളയുടെ 100ാം വാർഷികം ഇതാ ആഘോഷിക്കാൻ പോകുന്നു. ഈ വേളയിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, 100 വർഷങ്ങൾ കഴിഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടി, കേരളീയ സമൂഹത്തിലെ അന്നത്തെ അവസ്ഥയിൽ നിന്നും എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. In a systemic way, in the name of halal, in the name of false bravado, by usurping government land, by usurping public land, by blocking roads, putting gates, we all are still paying jizya. Has anything changed? A taxpayer's money is going to promote and protect only one community. When it comes to OBCs, OBCs are all backwards, irrespective of which religion they come from. But even there, the present government has chosen to find religion and constructed a hierarchy. Even amongst widows, there is a hierarchy. That if you are a widow from one community, you are to be treated one way. If you are a widow from another community, you have to be treated other way. If you want to set up a startup, you are to be treated one way. If you are from another community, you are to be treated this other way. And that's why I say,
the majority community continues to pay jizya in the hands of the communists and their co-partners who fight each other in Kerala, but everywhere else they work together. And even in Kerala, the setup of the game is whether you choose LDF or you choose UDF, they are two sides of the same coin. So when one comes to the power, all the corruption cases against the other are dropped. When the other comes to power, they return the same favor to the other side. That is how governance is happening in Kerala. ഈ കേരളത്തിൽ വളരെ കൃത്യമായ വ്യവസ്ഥാപിതമായ രീതിയിൽ പ്രത്യേക രീതിയിലുള്ള ഒരു സ്വഭാവ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നു. ഹലാലിന്റെ പേരിൽ മറ്റ് പല മത സമ്പ്രദായങ്ങളുടെ പേരിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സ്ഥാപനവൽക്കരണം വ്യവസ്ഥാവൽക്കരണം നടക്കുകയാണ്. അവര് റോഡുകൾ തടസ്സപ്പെടുത്തും, സർക്കാർ സംവിധാനങ്ങളെ തടയും, അവരുടെ ശക്തി കൊണ്ട് അവരങ്ങനെ ചെയ്യും. ഇത് ഒരു കൂട്ടർ മാത്രമാണ് ചെയ്യുന്നത്. അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. നിങ്ങൾ നോക്കൂ, ഇവിടെ പിന്നോക്ക ജാതി വിഭാഗങ്ങളുടെ സംവരണത്തിലും മതം തിരികെ കയറ്റുന്നു. മാത്രമല്ല, അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നു. പോട്ടെ, വിധവകൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യത്തിലും മതം തിരികെ കയറ്റുന്നു. ഒരു മതവിഭാഗത്തിന് സഹായം കൊടുക്കുന്നു, മറ്റൊരു ന്യൂനപക്ഷമുണ്ട്, അവരെ അവഗണിക്കുന്നു. എന്തിനേറെ, ഒരു വ്യവസായം തുടങ്ങാനുള്ള സംരംഭകത്തിന് വേണ്ടി വന്നാലും സഹായം നൽകുന്നതിൽ മതം തിരികെ കയറ്റുന്നു. ഈ രണ്ട് മുന്നണികളും കണക്കാണ്. ഈ രണ്ട് മുന്നണികളും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരേ രീതിയിലുള്ള പ്രീണനമാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് നാം ഇത് തിരിച്ചറിയണം. ഈ രണ്ട് കൂട്ടരും ഈ പ്രീണനത്തിന് മുൻപിൽ നിൽക്കുന്നവരാണെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. मित्रों, ये वो लोग हैं जो भारत को टुकड़े टुकड़े में तोड़ते हैं, एक जाति को दूसरी जाति से लड़वाते हैं, एक प्रांत को दूसरे प्रांत से लड़वाते हैं, दक्षिण भारत में आकर उत्तर की बात करते हैं, कभी धर्म के नाम पर, कभी जाति के नाम पर, कभी शहर के नाम पर, कभी स्थान के नाम पर किसी भी तरीके से भेद डालो और सबको अलग करो और सबके टुकड़े कर करके उसको मैनिपुलेट करके अपनी सरकार बनाओ। जबकि भारतीय जनता पार्टी बात करती है एक भारत और श्रेष्ठ भारत की। वो बात करती है उत्तर से दक्षिण तक, पूर्व से पश्चिम तक भारत एक है और हमारा विश्वास एक है। हम किसी भी शहर में रहे, किसी भी भाषा को बोले और किसी भी जाति के हो, हमारा धर्म अधर्म को समाप्त करना है, चाहे वो कोई भी हो। और ऐसे में मुझे नरेंद्र भाई मोदी अपने प्रधानमंत्री याद आते हैं। इस क्षेत्र में लगातार आज नहीं बरसों से याकोबाइट्स और ऑर्थोडॉक्स ईसाइयों के बीच में मतभेद रहा है, लेकिन क्या किसी ने भी उस मसले को सुलझाने की कोशिश की? पहली बार भारत के प्रधानमंत्री आज याकोबाइट्स और ऑर्थोडॉक्स को साथ बिठाकर उस मसले को समाप्त करने की बात कर रहे हैं। कोशिश तो कर रहे हैं, शुरुआत तो कर रहे हैं। वो दक्षिण भारत में आकर ये नहीं कहते कि उत्तर भारतीय ऐसे होते हैं जिन्होंने 15 साल तक राहुल गांधी को जिता के भेजा था, और उसकी बहन यहाँ आकर आज तक बिंदु के बारे में, कनक दुर्गा के बारे में या शबरीमला के बारे में कोई बात की? अब कानून लाने की बात करते हैं। इनके कितने लोग आंदोलन में जेल गए थे, ये मैं जानना चाहती हूँ। സുഹൃത്തുക്കളെ, ഈ കൂട്ടര് ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ്. അവര് പല വിഷയങ്ങളും എടുത്തിടും. ചില സമയത്ത് അവര് മതത്തിന്റെ പേരിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ നോക്കും, ജാതിയുടെ പേരിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ നോക്കും, ഭാഷയുടെ പേരിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ നോക്കും, സംസ്ഥാനങ്ങളെ ഇടയിൽ തന്നെ നഗരങ്ങളുടെ പേരിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ നോക്കും. അവർ ടുക്കടെ ഗാങ്ങാണ്, ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ്. ഈ കൂട്ടരാണ് ഇന്ന് രാജ്യത്തെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. അതേ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാഴ്ചപ്പാട് നോക്കൂ.
നമ്മൾക്ക് ഉത്തര ദക്ഷിണമില്ല, നമുക്ക് ജാതിയില്ല, നമുക്ക് ഭാഷയില്ല. നമ്മൾ എല്ലാത്തിനും അതീതമായി ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്, ഏക ഇന്ത്യ, മഹത്തരമായ ഇന്ത്യ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയാണ്. ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ സ്മരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വന്നു, കേരളത്തിൽ വന്നിട്ട് 2 വിഭാഗം, ക്രിസ്തീയ സമുദായത്തിന് 2 വിഭാഗം, യാക്കോബ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. 2 കൂട്ടരെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്തു, തുടക്കം കുറിച്ചു, ശ്രമിക്കുകയാണ്. നോക്കട്ടെ, അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ അത് എത്ര നല്ല കാര്യമായിരിക്കും ആ 2 സമുദായങ്ങളും തമ്മിൽ ശാന്തി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇവർ ചെയ്യുമോ? രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ വർഷങ്ങളോളം ജയിപ്പിച്ച ആ ഉത്തര ഭാരതവുമായി ദക്ഷിണ ഭാരതത്തിന് യാതൊരു തർക്കങ്ങളും ഉണ്ടാവരുതെന്ന് പറയുമോ? പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നിട്ട് ബിന്ദു അമ്മിണി ശബരിമലയിൽ പോയതിനെ പറ്റി വിമർശിക്കുമോ? അവരതൊന്നും മെനക്കെടില്ല. അവർക്കൊന്നും ഈ രീതിയിലുള്ള ചിന്താഗതിയില്ല. എങ്ങനെയെങ്കിലും രാജ്യത്ത് അന്തർചിന്തം ഉണ്ടാക്കുക, അത് മുതലെടുത്ത് അധികാരത്തിൽ വരുക എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. പക്ഷെ BJP ഒരൊറ്റ ഭാരതത്തിന് വേണ്ടി കഠിന പ്രയത്നം നടത്തുന്നു. मित्रों, कहने को बहुत कुछ है, लेकिन चलते चलते सिर्फ एक वचन आप सबसे लेकर जाना चाहती हूँ कि आप सुरेंद्रन भाई साहब के हाथ मजबूत करेंगे और भारतीय जनता पार्टी को जिताकर इस प्रदेश में भी कमल का फूल खिलाएंगे. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രജിയുടെ കരങ്ങൾക്ക് ശക്തി പകരുക. ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിൽ വിജയിപ്പിക്കുക. वंदे, हाथ ऊपर करके, नहीं तो मैं टीचर की तरह बार बार बुलवाऊंगी. वंदे 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 वंदे, भारत माता की, भारत माता की, भारत माता की जय हिंद. അടുത്തതായി വിജയയാത്രയുടെ നായകനും ശബരിമല സമര പോരാളിയും കോന്നിയുടെ മാനസപുത്രനുമായ പ്രിയപ്പെട്ട ജനനായകൻ ശ്രീ കെ സുരേന്ദ്രൻജിയെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഇതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ജനറൽ സെക്രട്ടറിമാരുടെയൊക്കെ തന്നെ സ്വീകരണം ഉണ്ടായി. യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മനോജ്, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീമതി മീനാക്ഷി ലേഖി MP അവറുകൾ, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ, ശ്രീ പത്മകുമാർജി ഉൾപ്പെടെയുള്ള BDJS-ന്റെയും മറ്റ് ഘടകകക്ഷികളുടെയും നേതാക്കളെ, ജില്ലാ BJP-യുടെ അധ്യക്ഷൻ ശ്രീ അശോകൻ കുളനട, VA സൂരജ്, സന്നിഹിതരായിട്ടുള്ള മറ്റ് സർവാദരണീയരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 21-ാം തീയതി ശ്രീ യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്ത ഈ വിജയയാത്ര ഒട്ടേറെ സ്വീകരണ യോഗങ്ങൾ കഴിഞ്ഞാണ് പത്തനംതിട്ട ജില്ലയിൽ അയ്യപ്പന്റെ നാട്ടിൽ ഈ കോന്നിയിൽ നമ്മൾ വന്ന് നിൽക്കുന്നത്. പക്ഷെ അവിടെ എല്ലാം സ്വീകരണം ലഭിക്കുമ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയൊരു സന്തോഷവും മനസ്സ് നിറഞ്ഞുമാണ് കോന്നിയിൽ ഞാൻ നിൽക്കുന്നത്. ശബരിമല പ്രക്ഷോഭകാലത്ത് കോന്നിയിലെ ജനങ്ങൾ നൽകിയ സ്നേഹവും, പ്രത്യേകിച്ച് അമ്മമാരുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ പോരാട്ടത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരോടൊപ്പം നിൽക്കുമ്പോൾ ലഭിച്ച ഊർജം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ ഏറെ പ്രേരണ നൽകിയ ഒരു മണ്ണാണ്. തീർച്ചയായിട്ടും വലിയ പരിവർത്തനങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കേരളം ബാലികേറ മലയല്ല, ഈ മണ്ണും നമ്മൾ കവർന്നെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട.
കേരളത്തിലും മോദി തരംഗം ആഞ്ഞടിക്കും. മോദിയുടെ ശക്തമായിട്ടുള്ള ഇടപെടലും സാന്നിധ്യവും കേരളത്തിന്റെ വികസനത്തിന് പ്രയോജനകരമായി മാറും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ശ്രീമതി മീനാക്ഷി ലേഖിജി നമുക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ഒരു നേതാവാണ്. ശബരിമലയുടെ ദുരിതകാലത്ത് പാർലമെന്റിൽ ശബരിമല ക്ഷേത്രത്തിന് വേണ്ടി ശക്തമായ വാദമുഖങ്ങൾ ഉയർത്തിയ നേതാവാണ് ശ്രീമതി മീനാക്ഷി ലേഖിജി. മാത്രമല്ല, ശബരിമലയുടെ റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതി, നമ്മളൊക്കെ മനസ്സ് എന്താവും, റിവ്യൂ പെറ്റീഷൻ എടുക്കുവോ എടുക്കില്ലയോ, വിധി പുനഃപരിശോധിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സ് നേറി എത്രയോ ദിവസം നമ്മൾ അതിനു വേണ്ടിയിട്ട് ആ സുപ്രീം കോടതി എന്ത് പറയുന്നു എന്ന് കേട്ടിട്ട് നമ്മൾ ഇരുന്നിരുന്നു. ആ കാലത്ത് നിയമവൃത്തങ്ങളിൽ ആ നിയമ വ്യവഹാരത്തിന് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ള വ്യക്തിയും കൂടിയാണ് ശ്രീമതി മീനാക്ഷി ലേഖി. തീർച്ചയായിട്ടും അവരോടുള്ള നന്ദിയും കടപ്പാടും ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് മറക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ഹൃദയംഗമമായിട്ടുള്ള കൃതജ്ഞത ഞാൻ അവർക്ക് വേണ്ടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഴിഞ്ഞ 5 പതിറ്റാണ്ടിലധികമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം സമാഗതമായി വരികയാണ്. നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ മോചനത്തിന്, ഈ അഴിമതിക്കാരിൽ നിന്ന്, വർഗീയ ശക്തികളിൽ നിന്ന്, വികസനം തടഞ്ഞു വെക്കുന്നവരിൽ നിന്ന് നമുക്ക് കേരളത്തെ മോചിപ്പിക്കണം. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും മന്നത്താചാര്യനും പണ്ഡിറ്റ് കറുപ്പനും അങ്ങനെ 100 മഹാരഥന്മാർ സ്വപ്നം കണ്ട ഒരു കേരളമുണ്ട്. ആ കേരളം ഈ കേരളമല്ല, ഭീകരവാദികളുടെ കേരളമല്ല, അഴിമതിക്കാരുടെ കേരളമല്ല, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കേരളമല്ല, ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന കേരളം, സമാധാനപൂർണമായിട്ടുള്ള കേരളം, വികസനമുള്ള കേരളം, പുതിയ കേരളം സ്വപ്നം കാണുന്നത് ആ മഹാരഥന്മാർ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കണം എന്നുള്ളതാണ്. വിജയയാത്ര BJPയുടെ മാത്രം വിജയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയല്ല. നാം ഓരോരുത്തരുടെയും, ഓരോ ശരാശരി മലയാളിയുടെയും വിജയമാണ് വിജയയാത്ര ലക്ഷ്യം വെക്കേണ്ടത്. എന്തുമാത്രം അഴിമതിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. തീവെട്ടിക്കൊള്ളയല്ല നടക്കുന്നത്. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി വരെയുള്ള ആളുകൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്, സർക്കാരിൽ പ്രവർത്തിക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. തടിച്ചു കൊഴുക്കുകയല്ലേ. 5 കൊല്ലം മുമ്പ് പിണറായി വിജയന്റെയും ചിത്രം നിങ്ങൾ കണ്ടിരുന്നു. ഇപ്പൊ നിങ്ങൾ പിണറായി വിജയനെ നോക്കൂ, എന്ത് തടിച്ച് കൊഴുത്ത്. ഏറ്റവും വലിയ CPM-ന്റെ നേതാക്കന്മാരെല്ലാവരും കിട്ടിയ ഒരു അവസരം കാശുണ്ടാക്കും. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇവിടെ ഒരു CPM MLA വിജയിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, എന്താണ് അദ്ദേഹം ആദ്യം തന്നെ ചെയ്തത്? സ്വന്തം ഭാര്യയെ അനധികൃതമായി ജോലി വാങ്ങിക്കൊടുക്കാൻ ശ്രമിച്ചു. ഇത്രയധികം സ്വജനപക്ഷപാതവും അഴിമതിയും കേരളത്തിൽ നടമാടുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ തൊഴിലില്ലാതെ PSC പരീക്ഷ എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിൽ വന്ന് അവരുടെ റാങ്ക് ലിസ്റ്റുകൾ റദ്ദാക്കിയിട്ട് അവർ തെരുവിൽ സമരം ചെയ്യുക. DYFI നേതാക്കന്മാർക്കെല്ലാം ഭാര്യമാർക്ക് ജോലി കിട്ടി. റിയാസിന് ജോലി, ഭർത്താവ് ഉദ്യോഗം, മുഖ്യമന്ത്രിയുടെ ഭാര്യ മകളെ കല്യാണം കഴിച്ചു. ഷംസീറിന്റെ ഭാര്യയ്ക്ക് ജോലി, അത് യൂണിവേഴ്സിറ്റിയിൽ, എല്ലാം സംസ്കൃത യൂണിവേഴ്സിറ്റിയിലൊക്കെ. സംസ്കൃതം ദേവഭാഷയാണ്, അത് ശരിയല്ല, മനുസ്മൃതിയാണെന്ന് പറയുന്നവർ എല്ലാം കാലടി സർവകലാശാലയാണ്. MP രാജേഷിന്റെ ഭാര്യയ്ക്ക് അനധികൃതമായി, രാജീവിന്റെ ഭാര്യയ്ക്ക്, ഈ നാട്ടിലെ എല്ലാ DYFI നേതാക്കന്മാരുടെ ഭാര്യയ്ക്കും പബ്ലിക് സർവീസ് കമ്മീഷൻ എല്ലാവരും പറയുന്നത് പെണ്ണും പിള്ള സർവീസ് കമ്മീഷനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഏപ്രിൽ 6-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് വളരെ നന്നായി. ഇല്ലെങ്കിൽ മാട്രിമോണിയലൊക്കെ പറയുന്നത് ഭയങ്കര തള്ളായിരുന്നു എന്നാണ്. ഈ മാട്രിമോണിയൽ ആപ്ലിക്കേഷൻ ധാരാളം വന്നുകൊണ്ടിരിക്കുക. സർക്കാർ പോകുന്നതിന് മുമ്പ് വേഗം കല്യാണം കഴിച്ച്
ഭാര്യമാരെ അനധികൃതമായി ജോലിക്ക് കയറ്റാനുള്ള തിരക്കിലായിരുന്നു ഇവിടുത്തെ എല്ലാ യുവജന നേതാക്കളും. നോക്കൂ, നിങ്ങൾ എന്തുമാത്രം അഴിമതിയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത്, മയക്കുമരുന്ന് കച്ചവടം, ഡോളർ കടത്ത്, കിഫ്ബി തട്ടിപ്പ്, കിട്ടുന്നത് മുഴുവൻ കൈയിട്ട് വാരുകയാണ്. ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറഞ്ഞതുപോലെ ഈ പിണറായി വിജയനും 20 കള്ളന്മാരും ചേർന്ന് കഴിഞ്ഞ 5 കൊല്ലം കേരളത്തെ കട്ടുമുടിച്ചു. അതല്ലേ സത്യം? കഴിഞ്ഞ 5 കൊല്ലം വേറൊരാളായിരുന്നു ഉമ്മൻചാണ്ടി. അന്ന് സരിതായമാനമായിരുന്നു കേരളം. എല്ലാം സരിത പറയുന്നതിന് അടിയിൽ ഒപ്പിടലായിരുന്നു. ഇപ്പോഴോ ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പം പറഞ്ഞു ഞങ്ങൾ സ്വപ്ന പദ്ധതികൾ നടപ്പാക്കും. നമ്മൾ വിചാരിച്ചു നരേന്ദ്രമോദിജിയെ പോലെ വല്ല ഡ്രീം പ്രോജക്ട്സ് ആയിരിക്കുമെന്ന്. പിന്നെയാണ് മനസ്സിലാക്കിയത് സ്വപ്ന എഴുതി കൊടുക്കുന്ന പദ്ധതികളാണ്, സ്വപ്ന ഉണ്ടാക്കുന്ന പദ്ധതികളാണ് സ്വപ്ന പദ്ധതികളാണ്. എന്ത് നാണക്കേടാണ് നമ്മുടെ നാടിനുണ്ടാക്കിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിനെതിരായി, ശക്തമായ അഴിമതിക്കെതിരായി, വർഗീയതക്കെതിരായി ജനങ്ങൾ രോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. കടിച്ചതിനേക്കാളും വലിയത് മാളത്തിൽ നിന്നാണ്. പടത് പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തളത്ത് പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയുടെ അഴിമതി സഹിക്കാതെ പിണറായി വിജയനെ തെരഞ്ഞെടുത്തപ്പോൾ മത്സരമാണ് അഴിമതിയുടെ കാര്യത്തിൽ. എന്തൊരു ഗവൺമെന്റാണ് ഇത്? സാധാരണക്കാരന് എന്ത് കിട്ടി? ഇവര് പറയുന്നത് ഭയങ്കര വികസനമാണ് ഇവിടെ. എന്താ വികസനം? കിറ്റ് കൊടുത്തു എന്നാ പറയുന്നത്. ആര് കൊടുത്തു കിറ്റ്? സഖാക്കളെ, നിങ്ങൾ സത്യം പറയണം. ആര് കൊടുത്തു കിറ്റ്? നിങ്ങൾ കൊടുത്ത കിറ്റിലെ അരി ആര് കൊടുത്തു? കിറ്റിലെ അരി ആര് കൊടുത്തു? നരേന്ദ്രമോദി കൊടുത്തു. നരേന്ദ്രമോദിയാണ് കിറ്റിലെ അരി കൊടുത്തത്. 1 കിലോ അരി നിങ്ങൾ ഭക്ഷ്യധാന്യ കിറ്റിൽ കൊടുക്കുമ്പോൾ അതിന്റെ 95% പണവും ചെലവഴിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ സർക്കാരാണ്. 1 കിലോ പയർ നമ്മൾ കൊടുത്തതാണ്, അല്ലെങ്കിൽ 1 കിലോ കടല. എന്നിട്ട് കിറ്റ് കൊടുത്തു എന്ന് പറയും. എത്ര തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, പ്രളയകാലത്ത് ഈ കോന്നിയുടെ മണ്ണിൽ പ്രളയകാലത്ത് എത്ര 10,000-കണക്കിന് ആളുകൾക്ക് ദുരിതമുണ്ടായി? എത്ര ആളുകളെ വീടുകൾ തകർന്നു? എന്തെല്ലാം ദുരന്തമുണ്ടായി? നിങ്ങൾ എന്ത് ചെയ്തു? ഈ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ എന്ത് ചെയ്തു? 3000 കോടി രൂപ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ പ്രളയ ദുരിതാശ്വാസത്തിന് കൊടുത്ത പണം ഇപ്പോഴും ചെലവഴിച്ചിട്ടില്ല. വഞ്ചകരാണ് ഇവർ ഭരിക്കുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാനും ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. MM മണി എല്ലാ മന്ത്രിമാരും വീട് കയറിയിട്ട് എന്തെല്ലാം വാഗ്ദാനം കൊടുത്തു. നിങ്ങളിൽ പലരും കേട്ടതല്ലേ? കോന്നി മെഡിക്കൽ കോളേജിൽ 2000 പേർക്ക് ജോലി കൊടുക്കുന്ന പറഞ്ഞു. എത്ര ആള് കിട്ടി? ഇവിടെയുള്ള എല്ലാ സർക്കാർ വകുപ്പിലും ജോലി, വീട്. കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ CPM മന്ത്രിമാര് വാഗ്ദാനം ചെയ്ത വീട് കൊടുത്തിരുന്നെങ്കിൽ കോന്നി മണ്ഡലത്തിൽ വീടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവുമായിരുന്നില്ല. സുഹൃത്തുക്കളെ, സഖാക്കളെ, നിങ്ങൾ കൊടുത്തതിനേക്കാൾ വീട് സേവാഭാരതിയുടെ പ്രവർത്തകന്മാർ ഈ മണ്ഡലത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എത്ര വീടുകൾ. ഞാൻ തന്നെ ഈ മണ്ഡലത്തിൽ എത്രയോ വീടുകളുടെ താക്കോൽദാനത്തിന് പോയിട്ടുണ്ട്. വഞ്ചകരാണ് നിങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്തു? അന്ന് പറഞ്ഞ എന്തെല്ലാം വാഗ്ദാനങ്ങൾ നിങ്ങൾ പറഞ്ഞു? ഒരു കാര്യം നന്നായി, അന്നൊരു ബൈ ഇലക്ഷൻ നടന്നത്. CPM എന്താണെന്നും അവരുടെ ഏർപ്പാട് എന്താണെന്നും കോന്നിക്കാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആ ബൈ ഇലക്ഷൻ നടന്നതുകൊണ്ട്. പ്രിയപ്പെട്ടവർ, ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. സർവത്ര അഴിമതി. അഴിമതി സഹിക്കാതെ നമ്മൾ നടക്കുമ്പോഴാണ് ഈ വർഗീയത, അതിനേക്കാളും വലിയ വർഗീയത. മീനാക്ഷി ലേഖിജിയുടെ പറഞ്ഞല്ലോ ലവ് ജിഹാദിനെ പറ്റിയൊക്കെ. മുസ്ലിം തീവ്രവാദം ഇവിടെ ശക്തിപ്പെടുകയാണ്. സർവത്ര കേരളം മുഴുവൻ ഹിന്ദു പെൺകുട്ടികളെയും മുസ്ലിം പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കുന്നത് പോലെ അഭിനയിച്ച് സിറിയയിലേക്ക് അയക്കുകയാണ്. ഹിന്ദുക്കളെ മാത്രമല്ല, ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ കാര്യം മീനാക്ഷി ലേഖിജി പറഞ്ഞു. ക്രിസ്ത്യൻ പെൺകുട്ടികൾ പലരും, ജസ്നെ അടക്കം പലരും പോയിട്ട് ഒരു അന്വേഷണമില്ല. ഒരു കാര്യം ക്രിസ്ത്യൻ സഹോദരന്മാർ ഓർമ്മിക്കണം, ഈ കോൺഗ്രസിനെ വിശ്വസിച്ച് കമ്മ്യൂണിസ്റ്റിനെ വിശ്വസിച്ച് നിങ്ങൾ നടന്നാൽ അവസാനം നമ്മളെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. അതേസമയം യോജിച്ചു നിന്നാൽ ഈ ഭീകരവാദത്തിനെതിരായി, തീവ്രവാദത്തിനെതിരായി,
അവരുടെ ശക്തമായ ഇടപെടലുകൾക്കെതിരായി നമുക്ക് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഭീഷണി ഒരു സമൂഹത്തിന് മാത്രമല്ല, ലോകം മുഴുവൻ ഭീഷണിയാണ്. ഹാഗിയ സോഫിയ പള്ളി മുസ്ലിം തീവ്രവാദികൾ തകർത്തപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, പാണക്കാട് തങ്ങന്മാർ അതിന് അനുകൂലമായി പ്രസ്താവന ഇറക്കി. ഉമ്മൻചാണ്ടിയുടെ മകൻ പറഞ്ഞത്, വലിയ പള്ളി സംരക്ഷിക്കണം എന്ന് പറയുന്ന ആളാണല്ലോ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ മകൻ പറഞ്ഞത് ബാർ ഉടമകളാണ് ഹാഗിയ സോഫിയ പള്ളി തകർത്തതെന്നാണ്. അല്ല, ലോകം മുഴുവനുള്ള തീവ്രവാദികൾ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തു, ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തു. ആ തീവ്രവാദികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ രക്ഷിക്കാൻ കോൺഗ്രസിനെ വിശ്വസിച്ചാൽ നമ്മുടെ കാര്യം അബദ്ധവും, കമ്മ്യൂണിസ്റ്റിനെ വിശ്വസിച്ചാൽ നമ്മുടെ കാര്യം അബദ്ധവും, BJPയെ വിശ്വസിച്ചാൽ ജീവൻ കൊടുത്തും ഞങ്ങള് അത്തരം കാര്യങ്ങളിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത്? ഈ നാടിനൊരു മോചനം വേണ്ടേ? 6 പതിറ്റാണ്ടായില്ലേ നാം ഇങ്ങനെ മാറിയും തിരിഞ്ഞും. പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരായി കോൺഗ്രസിനെ കൊണ്ടുവരാൻ ചില ആളുകൾ ആരാ നിൽക്കുന്നത് മുന്നിൽ? പ്രചരണം നടത്തുന്ന രാഹുൽ ഗാന്ധിയാണ്. അമേഠിയിൽ നിന്ന് ഓടി വയനാട്ടിൽ വന്ന് പ്രചരണം നടത്തിയപ്പോഴേ ഞങ്ങളന്ന് പറഞ്ഞു, ഈ രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ച് കേരളക്കാർ വോട്ട് ചെയ്യരുത്. പത്തനംതിട്ടയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് വോട്ടർമാരോട് ഞങ്ങൾ പറഞ്ഞു, BJPക്കാരെ, ഈ രാഹുൽ ഗാന്ധിക്ക് ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല, അവിടെ തോക്കുമെന്ന് അറിഞ്ഞിട്ടാണ് അദ്ദേഹം വയനാട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് ദയവായിട്ട് ഈ പത്രങ്ങൾ പറയുന്ന 350 സീറ്റ് രാഹുൽ ഗാന്ധിക്ക് കിട്ടുമെന്നുള്ള പ്രചരണം നിങ്ങൾ നടത്തരുത്, നമ്മൾ വിഡ്ഢികളാവും. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി അന്ന് വിഡ്ഢിത്തം പറ്റി. അന്നൊരു 4-5 BJP MPമാർ ജയിച്ചിരുന്നെങ്കിൽ കേരളത്തിന്റെ വികസനം ഇന്നിങ്ങനെ ആവുമായിരുന്നില്ല. നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് എന്നെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് വിഡ്ഢിത്തം ഇനി ആവർത്തിക്കരുത്. രാഹുൽ ഗാന്ധി വന്നിട്ട് കടലിലൊന്ന് ചാടി, കണ്ടില്ലേ? പുള്ളി ഒരു റിഹേഴ്സൽ നടത്തിയതാണ്. 5 മാസം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി കടലിൽ ചാടിയത്. കോൺഗ്രസ് പാർട്ടിയെ ജനങ്ങൾ നിരാകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ അസ്ഥിവാരം തോണ്ടിയിരിക്കുന്നു. അവർക്കിനി ഈ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പിണറായി വിജയനെ നേരിടാനുള്ള നട്ടെല്ല് രമേശ് ചെന്നിത്തലയ്ക്കുണ്ടോ? ഉമ്മൻചാണ്ടിക്കുണ്ടോ? പിണറായി വിജയൻ ആരടാ എന്ന് ചോദിച്ചാൽ തിരിച്ചു പോടാ എന്ന് പറയാനുള്ള ധൈര്യം കോൺഗ്രസിനും ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ഇല്ല. കാരണം പിണറായി വിജയന്റെ കയ്യിൽ രമേശ് ചെന്നിത്തലയെ കുറിച്ചും ഉമ്മൻചാണ്ടിയെ കുറിച്ചും ഒക്കെയുള്ള അഴിമതി കേസുകൾ ധാരാളമുണ്ട്. ഇവർ രണ്ടുപേരും മച്ചാണ്, ഇവർ രണ്ടുപേരും ഒന്നാണ്. അതുകൊണ്ട് പിണറായി വിജയനെ നേരിടണോ? CPMന്റെ അക്രമത്തെ നേരിടണോ? കൊലപാതകത്തെ നേരിടണോ? വർഗീയതയെ നേരിടണോ? അഴിമതിയെ നേരിടണോ? അതിന് സാധിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്, ദേശീയ ജനാധിപത്യ സഖ്യമാണ്. കോന്നിയായതുകൊണ്ട് ഒരു വാക്ക് പറയാൻ അവസാനിക്കുന്നു. ശബരിമലയുടെ പേരുള്ള ഒരു മുതലക്കണ്ണീരും ഇവിടെ ആരും ഒഴുക്കണ്ട. ഈ അമ്മമാര് ശബരിമല കാലത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് കരഞ്ഞ് കണ്ണ് കലങ്ങി രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത് വരെ ജനം ടിവിയുടെ മുമ്പിലിരുന്ന് കരഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന് നമ്മുടെ മക്കള്, സഹോദരന്മാര് ആ പോരാട്ട ചൂടിലേക്ക് എടുത്ത് ചാടി പോലീസിന്റെ അതിക്രമങ്ങൾക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് ലാത്തിച്ചാർജിൽ പരിക്കുപറ്റി വാഹനങ്ങൾ തകർത്ത് ജയിലിൽ അടച്ച് 10,000-കണക്കിന് ആളുകൾ ഇവിടെ കഴിഞ്ഞിരുന്നു, കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി. എവിടെയായിരുന്നു അന്ന് മിസ്റ്റർ ഉമ്മൻചാണ്ടി? ചോദിക്കണം നിങ്ങൾ അമ്മമാർ. ശബരിമലയിൽ നിയമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് തട്ടിപ്പിന് വരുന്ന അമ്മമാർ ചോദിക്കണം, നിങ്ങൾ എവിടെയായിരുന്നു? ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ BJP പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാർ വന്നിട്ടുണ്ടായിരുന്നോ? പത്തനംതിട്ടയ്ക്ക് അപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി വന്നിരുന്നോ? രമേശ് ചെന്നിത്തല വന്നിരുന്നോ? പമ്പയിലും നിലയ്ക്കലിലും സന്നിധാനത്തും മരക്കൂട്ടത്തും വെറും നിലത്ത് തുണി വിരിച്ച്, കറുപ്പ് തുണി വിരിച്ച് 10,000-കണക്കിന് RSS BJP പ്രവർത്തകർ ചേർത്ത് നിന്നത് കൊണ്ടാണ് സന്നിധാനം പങ്കിലമാവാതിരുന്നത്. റഹ്ന ഫാത്തിമമാർ വന്നിരുന്നു, കനകദുർഗമാർ വന്നിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയെ പേടിച്ചിട്ടല്ല തിരിച്ചു പോയത്.
ജീവൻ കൊടുത്തും പോരാടുമെന്ന് ഉറച്ച് 10,000-കണക്കിന് ആളുകൾ നെഞ്ചു വിരിച്ച് പിണറായി വിജയനെ നേരിട്ടത് ാണ് ശബരിമല സംരക്ഷിക്കപ്പെട്ടത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ശബരിമലയെ ഇനിയും ആർക്കും, നിങ്ങളുടെ കോൺഗ്രസിന്റെയോ ആരുടെയും സഹായം വേണ്ട, ശബരിമലയെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഞങ്ങളുടെയൊക്കെ തല മണ്ണിൽ കുത്തുന്നത് വരെ ശബരിമലയല്ല, കേരളത്തിലെ ഒരു ദേവാലയത്തെയും നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം ഞങ്ങളെടുത്ത നിലപാട് ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്പറൊന്നും എടുത്തിട്ട് ഇങ്ങോട്ട് വരണ്ട, വിശ്വാസികൾക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചത് പാവപ്പെട്ട മതന്യൂനപക്ഷങ്ങളെ നിങ്ങൾ വഞ്ചിച്ചത് കൊണ്ടാണ്. പാവപ്പെട്ട മതന്യൂനപക്ഷങ്ങളോട് നിങ്ങൾ പറഞ്ഞു രാഹുൽ ഗാന്ധി വരും, ഇപ്പൊ പ്രധാനമന്ത്രിയാവും, അങ്കമാലി പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ പോലെ വയനാട്ടിലൊരു പ്രധാനമന്ത്രി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം സത്യം തിരിച്ചറിയണം. നമ്മുടെ നാടിന്റെ മാറ്റം ഉൾക്കൊള്ളണം. ഈ നാട് വികസിക്കണം. കോന്നിയിൽ വിമാനത്താവളം കൊണ്ടുവരും എന്ന് പറഞ്ഞു ആര്? കഴിഞ്ഞ തവണ വിമാനത്താവളം പോയിട്ട് ഒരു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ടുണ്ടായിട്ടുണ്ടാവും. കോന്നിയിൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരും പറഞ്ഞു. ഇവിടെ തൊഴിലവസരം കിട്ടിയോ? വീട് വെച്ചു കൊടുക്കുന്നു, പട്ടയം പരിഹരിക്കുന്നു പറഞ്ഞു. 6000 കുടുംബങ്ങളുണ്ട് ഈ കോന്നിയിൽ. 6000 × 4 24,000 ആളുകൾ, മനുഷ്യർ. പട്ടയം കൊടുത്തോ? കുറെ പട്ടയ മേളകൾ നിങ്ങൾ നടത്തി, ഒന്നും കൊടുത്തില്ല. സമ്പൂർണമായിട്ടുള്ള വഞ്ചനയാണ്. മലയോരത്ത് ജീവിക്കുന്ന മനുഷ്യരെ പോലെ ജീവിക്കാൻ കഴിയാത്ത 10,000-ങ്ങളുള്ള മണ്ഡലമാണിത്. അവർക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിച്ചോ? റേഷൻ കാർഡ് കിട്ടുന്നില്ല, സൗജന്യ വൈദ്യുതി കിട്ടുന്നില്ല, കുടിവെള്ളം കിട്ടുന്നില്ല, തൊഴിൽ കിട്ടുന്നില്ല, മനുഷ്യരായി ജീവിക്കാനുള്ള ഒരു അവകാശവും ഇല്ല. എന്നിട്ട് പറയാൻ ഞങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനൊരു മാറ്റം വരണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കോന്നിയിലെയും കേരളത്തിലെയും ജനങ്ങളെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നു. അത് ആ മാറ്റത്തിന് വേണ്ടിയുള്ള യാത്രയാണ് വിജയയാത്ര. നമുക്ക് കേരളം വീണ്ടെടുക്കണം. സാമൂഹ്യ നവോത്ഥാന നായകന്മാർ സ്വപ്നം കണ്ട കേരളം വീണ്ടെടുക്കണം. സമ്പൽ സമൃദ്ധമായ കേരളം, വികസനമുള്ള കേരളം, പുരോഗതിയുള്ള കേരളം, അക്രമങ്ങളില്ലാത്ത കേരളം, വർഗീയവാദവും ഭീകരവാദവും ഇല്ലാത്ത കേരളം. ആ പുതിയ കേരളം വീണ്ടെടുക്കാനാണ് വിജയയാത്രയുമായി നിങ്ങളെ സമീപിച്ചത്. ഈ രാത്രിയിലും 10 മണിക്കും ഞങ്ങളെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ അണയാത്ത ഒരു തീജ്വാലയുണ്ട്. ഈ നാടിനെ മാറ്റിമറിക്കാനുള്ള അടങ്ങാത്ത ആവേശമുണ്ട്. നമുക്കത് യാഥാർത്ഥ്യമാക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്വാമിയേ! അടുത്തതായി കോന്നി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കഴിഞ്ഞ 15 വർഷക്കാലമായി കോന്നിയുടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമായി പ്രവർത്തിച്ചിരുന്ന ശ്രീ ബാബു വെളിയത്ത്, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻജി അവരിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. ശ്രീ ബാബു വെളിയത്തിനെ നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻജി ഷാലണിയിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നു. അടുത്തതായി ഏനാദിമംഗലം CPI ലോക്കൽ കമ്മിറ്റി അംഗവും AIYF മുൻ മണ്ഡലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന ശ്രീ ബിപിൻ ബാലൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെയും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഹാരമണിയിച്ച് സ്വീകരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി കോന്നി നിയോജക മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൊക്കാത്തോട്, നെല്ലിക്കാപ്പാറ ഉൾപ്പെടെയുള്ള വിവിധ പഞ്ചായത്തിൽ നിന്ന് നിരവധി അനവധി പ്രവർത്തകരാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ഇലക്ട്രോണിക്സിൽ 3ാം റാങ്ക് നേടിയ കലഞ്ഞൂർ സ്വദേശി സോണിയ ജയെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ആദരിക്കുന്നു.
അടുത്തതായി ജാഥ ക്യാപ്റ്റന്റെ സ്വീകരണമാണ്. അടുത്ത സ്വീകരണത്തിന് വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ വേണ്ടിക്ക് കടന്നു വരണമെന്ന് പറയുകയാണ്. മൈലപ്ര പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ആർ ദിലീപൻ, സെക്രട്ടറി പ്രദീപ് കുമാർ, മലയാളപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി കെ കെ മുരളീധരൻകുറുപ്പ്, സെക്രട്ടറി ടി അനിൽ, തണ്ണിത്തോട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പി ഡി ശശിധരൻ, സെക്രട്ടറി ടി സി വിജയകുമാർ, ചിറ്റാർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി രഞ്ജനൻ ചിത്രാഞ്ജലി, സെക്രട്ടറി രഞ്ജു ഉത്തമൻ, തീരത്തോട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി വേണുഗോപാലപിള്ള, സെക്രട്ടറി അനിൽകുമാർ, കോന്നി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി സുജിത് ബാലഗോപാൽ, സെക്രട്ടറി ബി ബാലചന്ദ്രൻ, വള്ളിക്കോട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി കൺവീനർ നരിയാപുരം ഗോപാലകൃഷ്ണൻ, പ്രമാണം പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കളഭം, സെക്രട്ടറി ശ്രീ പി കെ സുരേഷ്, ഏനാദിമംഗലം പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് രതീഷ് ബാലകൃഷ്ണൻ, സെക്രട്ടറി ദിനേഷ് കുമാർ, കലഞ്ഞൂർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് പി എസ് അരുൺ, സെക്രട്ടറി അനിൽ ആർ പാടം, കൂടൽ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി അനീഷ് പോത്തുപാറ, സെക്രട്ടറി സതീഷ് ചന്ദ്രൻ, അരിവാപുരം പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രമോദ് കുമാർ, സെക്രട്ടറി മനീഷ് ഗോപിനാഥ്, മഹിളാ മോർച്ച നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ബിന്ദു പ്രകാശ്, യുവമോർച്ച നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സുജിത് സുശീലൻ, SC മോർച്ച നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ശശിശങ്കർ, OBC മോർച്ച മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി സതീഷ് കുമാർ, കർഷക മോർച്ച മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ദിനേഷ് ഗോപാലകൃഷ്ണൻ, കർഷക മോർച്ച ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി കൂടൽ ജയപ്രകാശ്, ST മോർച്ചയ്ക്ക് വേണ്ടി പ്രകാശൻ പാപ്പിനി, ഇലക്ട്രിക് സെൽ ജില്ലാ കൺവീനർ അനിൽ CK പൊക്കാറോ, BDJSന് വേണ്ടി മലയാളപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ പ്രസന്നകുമാർ, ദേശീയ ഗാനത്തോടു കൂടിയേ എല്ലാവരും പിരിഞ്ഞു പോകാവൂ. ദേശീയ ഗാനം ചൊല്ലിയ ശേഷമേ എല്ലാവരും പിരിഞ്ഞു പോകാവൂ. അടുത്തായി നന്ദി അറിയിക്കുന്നതിന് വേണ്ടി സതീഷ് കുമാർ, മണ്ഡലത്തിലെ ജനറൽ സെക്രട്ടറി, ദേശീയ ഗാനം കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി സതികുമാറിനെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന് ഒരു നവോത്ഥാനത്തിന്റെ ഉദയസൂര്യനെ ഉയർത്തുവാൻ വേണ്ടി വിജയയാത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിജയയാത്രയുടെ നായകൻ ശ്രീമാൻ കെ സുരേന്ദ്രൻ അവർക്കും ഈ വിജയയാത്ര സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്ത മീനാക്ഷി ദേവി അവർ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാർക്കും ഈ സമ്മേളനം വലിയൊരു വിജയമാക്കിയ എല്ലാ പ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ദേശീയ ഗാനം
Jai